തിരുവൾത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിനോർമ്മയുമായി ആബാപിതാവിനു ബലിയേകിടാം. തിരുവൾത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിനോർമ്മയുമായി ആബാപിതാവിനു ബലിയേകിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം. മലയിൽ ജീവനേകിയ ദിവ്യനാഥന്റെ ഓർമ്മയ്ക്കായി, കാൽവരി മലയിൽ ജീവനേകിയ ദിവ്യനാഥന്റെ ഓർമ്മയ്ക്കായി, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തുകയായി. മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തുകയായി. ഇത് ത്യാഗത്തിൻ പുണ്യബലി, സ്നേഹനാഥന്റെ ദിവ്യബലി. ഇത് ത്യാഗത്തിൻ പുണ്യബലി, സ്നേഹനാഥന്റെ ദിവ്യബലി. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നു. ഈ ഓർമ്മ തിരുനാൾ വളരെ ആഘോഷപൂർവ്വമായിട്ട് നമ്മൾ കൊണ്ടാടുമ്പോൾ അതിൻ്റെ ആത്മീയതയുടെ ഉയരത്തിലേക്ക് ഉയരുന്ന ഈ നിമിഷത്തിൽ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ഈ റാസകുർബാനയിൽ പങ്കുചേരാം. ബഹുമാനപ്പെട്ട റൂബനച്ഛനെയും ദേവിയച്ഛനെയും മറ്റെല്ലാവരെയും ഗായക സംഘം എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഈ ദേവാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച റൂപനച്ഛൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കുർബാനയ്ക്ക് 3 രൂപങ്ങളാണുള്ളത്. 3 ഫോംസ്: സിമ്പിൾ ഫോം, സോളം ഫോം, മോസ്റ്റ് സോളം ഫോം. സാധാരണ ഓർഡിനറി ഡേയ്സിൽ നമ്മൾ പലപ്പോഴും സിമ്പിൾ ഫോമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഞായറാഴ്ചകളിൽ നമ്മൾ ഇച്ചിരി സോളമായിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ മോസ്റ്റ് സോളം, അതാണ് റാസ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം മിസ്റ്ററി എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ ധ്യാനിച്ച് മനസ്സിലാക്കി ഈ പ്രാർത്ഥനകളിലൂടെ കടന്നുപോയി ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക എന്നുള്ളത്. നമ്മുടെ റാസ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, പ്രാർത്ഥനകളെല്ലാം വളരെ ദീർഘമാണ്. അതുപോലെ തന്നെ സുവിശേഷ വായനയ്ക്ക് മുമ്പ്, ലേഖന വായനയ്ക്ക് മുമ്പ് ഒരുപാട് ഗീതങ്ങളും വ്യാഖ്യാന ഗീതങ്ങളും എല്ലാം ഈ അവസരത്തിൽ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ റാസ എന്ന് പറയുന്ന ആ ഒരു മിസ്റ്ററി, ആ ഒരു രഹസ്യത്തെ അനുസ്മരിച്ചറിയാൻ നമ്മൾ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയാണല്ലോ നമ്മുടെ ആരാധനക്രമത്തെ നമ്മൾ അനുസ്മരിച്ചറിയുന്നത്. സൈൻസ് ആൻഡ് സിമ്പിൾസ്, പള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഘടനയ്ക്ക് ഓരോ കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലും അതുതന്നെയാണ് കാണുക, സൈൻസ് ആൻഡ് സിമ്പിൾസ്. അതിലൂടെയാണ് ഈ വിശുദ്ധ രഹസ്യങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ അതൊരു മെഡിറ്റേഷനാണ്. ഈ വിശുദ്ധ കുർബാന ഏറ്റവും അനുഭവവേദ്യമായ വിധത്തിൽ അർപ്പിക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ആ ഒരു ഫെയ്ത്തിനെ ഏറ്റവും മോസ്റ്റ് സോളം പേരിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്.
നമ്മളൊരു ധ്യാനം കൂടാനായിട്ട് പോകുമ്പം നമ്മൾ പോയിരുന്നു വചനം കേട്ട് നമ്മളത് മനസ്സിനെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാർത്ഥനയിലൂടെയും അതിലും ആഴമായിട്ടുള്ള ആത്മീയത ഉൾക്കൊള്ളുന്ന ആ പ്രാർത്ഥനകളിലൂടെ നമ്മൾ ധ്യാനാത്മകമായിട്ട് കടന്നു പോകുന്ന അവയെല്ലാം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും എല്ലാം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ പ്രതീക്ഷിതമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നത് തന്നെ നമുക്കറിയാം. ഏറ്റവും മുന്നിൽ ധൂപക്കുറ്റി, ദൈവത്തിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയുടെ അടയാളമായിട്ട് ധൂപവുമായി വന്നു. അതിൻ്റെ പിന്നിൽ രക്ഷയുടെ അടയാളമായിട്ടുള്ള ശ്രീവ, അതിൻ്റെ രണ്ട് വശങ്ങളിൽ തിരിയുമെല്ലാം പിടിച്ച് നമ്മൾ കടന്നു വന്നു. ആ തിരിയുടെ തൊട്ടുപുറകിലായിട്ട് ഈശോ തന്നെ നമ്മുടെ മധ്യത്തിലേക്ക് സന്നിഹിതനാകുന്ന വിശുദ്ധ സുവിശേഷവും വഹിച്ചുകൊണ്ട് വരുന്നതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാം വളരെ പ്രതീകാത്മകമായിട്ടാണ് ഈ രാസകുർബാനയിൽ അവതരിപ്പിക്കുക. അപ്രകാരം അർപ്പിക്കുന്ന ഈ കുർബാനയിൽ നമുക്ക് പങ്കുചേരാം. ഇതിനിടയ്ക്ക് സ്ലീവ ചുംബനമുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. അപ്പം ഭക്തിയോടുകൂടി ഈ വിശുദ്ധ ബലിയിൽ, ഈ രാസകുർബാനയിൽ നമുക്ക് പങ്കുചേരാം. നല്ലൊരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. ഒരു ആത്മീയ ജീവിതത്തിൽ ഉണർവിൻ്റെ അവസരമായിട്ടും കൂടുതൽ സന്തോഷത്തിൻ്റെ അവസരമായിട്ടും മാറട്ടെ. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ തിരുക്കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മറ്റേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മറ്റേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മറ്റേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാം. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം.
നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ആദനും അതുപോരാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാൻ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിക്കൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമായെ ഭാരതത്തിൻ്റെ സ്ലീഹായും വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാനും ഈ ദുഖ്രാന തിരുനാൾ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും. ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ പറയുവാനൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം.
കാതിലങ്ങേ കനിവഴും കഥകൾ കേട്ടു നയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. അടുത്ത ശ്ലോസ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ സ്ലീവ ചുംബനം നടത്തുകയാണ്. ഉത്തിതനായ മിശിഹായുടെ അടയാളമായ മാർത്തോമാ സ്ലീഹവായെ ചുംബിക്കുന്നു. ശിക്ഷയുടെ അടയാളമായ കുരിശിനെ രക്ഷയുടെ അടയാളമായി ഈശോ മാറ്റി. ഈശോയുടെ കുരിശുമരണം വഴിയായി സൈൻ ഓഫ് പണിഷ്മെൻറ്റ് ബിക്കം സൈൻ ഓഫ് സാൽവേഷൻ. അതിലുള്ള നമ്മുടെ ആ ഒരു ആശ്രയത്തെ ഏറ്റുപറഞ്ഞ് ഈശോ നമുക്ക് നൽകിയ ആ രക്ഷയെ സ്വന്തമാക്കാനും ആ സ്ലീവായുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണമേ എന്നെല്ലാം നമ്മൾ തുടർന്ന് വരുന്ന സ്ലീവ ചുംബന സമയത്തും അതിലൂടെയുള്ള പാട്ടിലും പ്രാർത്ഥനയിലൂടെയും നമ്മൾ ദൈവത്തോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ സ്ലീവ ഞങ്ങൾക്ക് എപ്പോഴും കോട്ടയായിട്ട് തീരണം, ഞങ്ങൾക്ക് എപ്പോഴും സംരക്ഷണമായിട്ട് തീരണമെന്നെല്ലാം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ലീവായെ നമ്മൾ ചുംബിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ അടയാളമായ കുരിശിനെ രക്ഷയുടെ അടയാളമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, ഞാനതിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുന്നു, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ്, ഉത്തിതനായ മിശിഹായുടെ സാന്നിധ്യം, അതെല്ലാം ഏറ്റുപറയുന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ ആ സ്ലീവ ചുംബനം നടത്തുക. ഈ ശ്ലോസ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശ് ചുംബനമാണ്, അതിനോട് ചേർന്നുള്ള പാട്ടുകളും വരും. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വരുന്ന പോലെ രണ്ട് ഭാഗത്തോടെയും കടന്നു വന്ന് സ്ലീവ ചുംബിച്ച് നമുക്ക് കടന്നു പോകും. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ ന്യായാസനത്തിൻ്റെയും ഉന്നതമായ ത്രോണോസിൻ്റെയും അലങ്കൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിൻ്റെയും മുമ്പാകെയും അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവേന്മാർ ഇടവിടാതെ സ്തുതിക്കുകയും ശ്രാപ്പേന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. സ്ലീവ നമ്മൾക്കെന്നും നന്മകൾ തന്നുറവിടമാ. രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയും കോട്ടയുമാ. ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. ശരണം ഞങ്ങൾ തേടിയിടുന്നു തിരുനാമത്തിൽ. സ്ലീവ നമ്മൾക്കെന്നും നന്മകൾ തന്നുറവിടമാ. രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയും കോട്ടയുമാ. ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. നാഥനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നെന്നും. രക്ഷകനാം മിശിഹായെ കനിവോടു നീ തിരുസഭയെ പാവനമാക്കണമേ നിൻ മഹിമയ്ക്കായി അർപ്പിതമാ. ദേവാലയമിതിലങ്ങേ കാരുണ്യം
ചൊരിയണമേ. സുസ്ഥിരമാക്കണമിതിൽ നിൻ ബലിപീഠം തിരുമേയും. നിണവുമിതിൽ പരികർമ്മം ചെയ്യുന്നു ആഘോഷമോടെ. ആദിപണ്ടെത്തും കരുണയുടേവം ദാസരോടരുൾ ചെയ്ത കർത്താവേ, ജീവിത വീതികളിൽ നിൻ തിരുവിഷ്ടം നിറവേറ്റാൻ ആവശ്യകമാം കഴിവും തുണയുമിവർ യാചിക്കുന്നു. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. സ്ലീവാ നമ്മൾക്കെന്നും നന്മകൾ തന്നുറവിടമാ. രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയെഴും കോട്ടയുമാ. ദുഷ്ടാത്മാവിനെ ഞങ്ങൾ അതുവഴിയായി തോൽപ്പിച്ചിടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദ ജനങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ്, എൻ്റെ സഹോദരരെ, റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരും നിരന്തരം വർഷിക്കപ്പെടട്ടെ. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടി മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂദയായിലേക്കുള്ള വഴിയിലെത്തി. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല. അമ്മയുടെ ആടുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാരുണ്ടാകുമോ? എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് ഒരു പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അതേപോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്.
അമ്മ പോകുന്നിടത്തേക്ക് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിച്ചാലും. മകനെ, എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയുമരുത്. അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നുമാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്കുറക്കം വരില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിതാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികൾ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും
ഇപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലേഖന ഭാഗത്തിന് ഒരുക്കമായിട്ടുള്ള വ്യാഖ്യാന ഗീതം ശുശ്രൂഷികൾ ആലപിക്കുകയാണ്. നമുക്ക് ഭക്തിപൂർവ്വം ഇരുന്ന് നമ്മുടെ കുർബാന പുസ്തകമുണ്ട്, അതിൽ ചേർന്നുകൊണ്ട് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വ്യാഖ്യാന ഗീതത്തിൽ പങ്കെടുക്കാം. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോൻ രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൽ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. പരിശോധിപ്പിൻ വേദം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്ത സരണികളെല്ലാം. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മണ്ണിൽ പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക ഇടാൻ ഹൃദയതലങ്ങൾ ശുചിയാക്കിടുവിൻ ചേലിൽ ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും. ദൈവാത്മാവിൻ ഗീതം ചൊരിയുകയല്ലോ നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീഷ്ണൻ ശാവൂലിനെയോ നാഥനിൽ നേടി തിരുസഭ തന്നിൽ തീഷ്ണതയേറും മാതൃക നൽകാം. നിയമം ചാർത്തും തിരശീലകളാലന്തൻ മിശിഹാവനിൽ തന്നിയമത്ത കാഴ്ച പകർന്നു. കോരിന്ത്യർക്കായി പൗലോസ് എഴുതിയ കർത്താൻ നമ്മയുമിപ്പോൾ മോദാം ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയുക്തം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ
കോറിന്ത്യക്കാർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ നിന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് നിന്റെ കൃപാതരകത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ. യേശുക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി, മാർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസുസിൽ, നാഥാ ജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ, യോഹന്നാൻ എഫേസുസിൽ, നാഥാ ജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. നമുക്ക് ഭക്തിപൂർവ്വം ഇരുന്ന് സുവിശേഷ വ്യാഖ്യാന ഗീതം ശുശ്രൂഷകൾ ആലപിക്കുന്നു. അതിൽ പങ്കുചേരാം. എപ്രകാരമാണ് വചനം ശ്രവിക്കേണ്ടതെന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും എത്രമാത്രം ജീവദായകമാണ് വചനമെന്നെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ വ്യാഖ്യാന ഗീതം. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയിരും പകരും
മൊഴികൾ മോതാൻ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവൽ വചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. സ്വർഗം പോകാൻ പോരും വാതിലിതല്ലോ വഴിയുമിതല്ലോ നിത്യം. ഈ വഴി പോയാൽ അപകടമെന്നി രാജ്യം നേടാം. മൃതരീ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പോകും ചേരിൽ. ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും. പ്രഭവിതരേടും ദീപം ജീവൻ തന്നെ ഈ സദ്വചനം പാരിൽ. വിധിയാളനെ ഈ വചനം സുതര വെളിവാക്കുന്നു. ജനതതിയെല്ലാം ചേരിൽ രക്ഷിതരായി നാഥൻ വഴിയായി ഭൂവിൽ. പാപം നിയതം മോചിപ്പവനി നാഥൻ മാത്രം. വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. തൂക്കും ശരണവുമനിശം കൃപയുമിതേകും മനുജനുമോദാ. യോഹന്നാൻ തൻ സാക്ഷ്യം അനുഭവമധുന വിവരിക്കുന്നു കേൾക്കാൻ. ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിതനാം കവിതൻ തൂലിക പോലെ നാവിപ്പോ. ഹല്ലേലൂയ പാടിടുന്നേ,
ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സൂന്ന തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുത്തേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും ഈശോ തന്നെ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരോ, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ഈശോ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Dear friends and beloved children of St. Thomas, I wish you all, first of all, a happy feast, especially those who bear the name of St. Thomas. Every year on July 3rd, we celebrate the feast of Dukrana, the feast of St. Thomas. And the priest in charge, or the vicar, organizes nice solemn celebration of the Mass and also invites a priest to preach on that day about St. Thomas. If I ask you, how many of you remember any of those homilies that you heard or any of the speeches that you paid attention to in the past years? I don't want to ask you to show your hands. Probably most of us have heard that but forgot. But I would like you to pay attention to the next 10-12 minutes and remember at least some of these things that I'm going to say till July 3rd, 2023. Deal or no deal? Deal. I feel privileged to preach about St. Thomas because I have visited many places of St. Thomas where he went and started mission. Arikod is a place where our CMI priests take in charge of that Mar Thomas Center, where we have the remains of St. Thomas. I have been there many times. I have visited Palayur, close to Thrissur, where St. Thomas himself
started a mission. I have visited a Malaya tour, I don't know, more than 40 times. I have gone all the way to the top of that hill where we have the footprint of St. Thomas. And when I was in high school, I watched that movie, St. Thomas. I don't know how many of you had that chance to watch that movie, Thomas Liha, St. Thomas. Beautiful movie. One of the things that really inspired me was, back then, since there was no Christian, all Hindu people, how did St. Thomas get the attention to Christianity? One of the things we see on the movie is Thomas was going for a morning walk. Of course, he was a friend of the king in the palace. And when he was walking through the palace area, he saw the Hindu priests doing their morning cleansing celebration in the pond close to the temple. And what they normally do, they take a handful of water and throw it up. And Thomas saw them doing it. And Thomas asked them, "What are you doing?" They said, "We are worshipping our morning sun, doing sun salute." "And why are you throwing water up?" They said, "That's what we do. We offer that water to the sun." And he said, "I have a God who accepts my offerings. When you throw the water, it comes down. But I have a God whom I believe, who accepts whatever I offer to him." And they said, "We want to see that God." And he said, "I will do that if you believe what I believe in, whom I believe in." So Thomas went down to the pond, and then he made the sign of the cross and took a handful of water, threw it up, and the water stayed in the sky. All those Hindu priests received baptism, became Christians. When people did not know the language, Thomas was able to speak to them the language of faith. That is how he started his mission in Kerala, South India. Normally, Thomas is known as Doubting Thomas, but I hate to call him Doubting Thomas, but I love to call him Daring Thomas. We heard from the gospel today, Thomas was courageous enough, daring enough to say to Jesus and the rest of the disciples, "Let us go and die with him. If they are going to stone at Jesus, let's go with him." This is what we need, daring step in our faith. 10th child of my parents. If my parents decided not to have the 10th baby, I would not have been standing up here. And I dare to say that those who are making the laws of abortion, if their parents had decided not to have them, they would not have been sitting on the chair, or they would not have been writing with the pen that they have. Well, a very powerful speech. After the homily, when I was standing outside greeting the people, one of the ladies came to me with a big smile. And she said, "Father Davy, I have been coming to this church for the last 16 years. I'm not coming back." I asked, "What happened? Did I do anything wrong?" She said, "No, but you spoke about pro-life and abortion." And I said, "Yes, that's what I believe in." I told Bishop when we had a meeting last week, I said, "Priests, all of us, should be dare enough to say who we are, what we believe in." Thomas had that courage, and he was courageous enough to go and do that. That is why I always call him not Doubting Thomas, but Daring Thomas. Number 2, he was faithful. Faithful Thomas, as we read in the gospel. Jesus was not there when the disciples were gathered and Jesus appeared to them. And Jesus was waiting to see what the response of Thomas would be. And Thomas, when he came back, he knew that Jesus appeared to them. One thing we often ask, where was he? Again, all the disciples were afraid, but Thomas was the only courageous person, probably went out shopping because they needed some food anyway. Probably he has gone out
to do some shopping. Courageous Thomas. And then what did he say? Normally we say in Malayalam, Vashi nashathinu karanam. Adamant is way to destruction. Normally we do have a lot of adamant attitude. But what was Thomas saying? Thomas said, unless I see his wounds and I place my hand on his chest, I will not believe. A great way of being adamant. If my Lord Jesus Christ loves me, he will definitely show his hands, show his wounds, and let me touch his wounds. Sure enough, Jesus came again, just for Thomas. Dear friends, what kind of adamant character do we have? Unless my dad or mom does it for me, I won't eat this food. Unless my parents do this for me, I won't do anything. Sometimes the adamant attitude leads us to destruction. But Thomas said, unless I feel God's touch. And what happened? Next weekend, he did not miss. He wanted to be there. Sure enough, Jesus came. In the same way, whenever we feel that Jesus is not with me, I should be able to say, unless I see him, touch him, I won't believe. Jesus will definitely come to us. Finally, once more I would like to highlight his value of courage. Do we have enough courage? Probably some of you who came here 40 years ago, I know Mr. Gio has been here 40 years or so. In California or Sacramento area or Roseville area, there was nobody. Going to a different country, thousands of miles away, linguistically, culturally, or food-wise, everything is new to us. Are we courageous enough to survive in such situations? Think about 2,000 years ago, when Thomas went to India. That was a courageous step. I would like to share with you my own personal experience. On December 21, 2001, when I was in East Africa, in Kenya, my superiors gave me a challenging job to build a school not far from the capital of Kenya, Nairobi, where there was a bare land, 10 acres of land. And my time schedule was 7 months to build a school for them. No electricity, no water, no road. Only 10 acres of land without having a single tree. I worked hard, built a small house for me to stay, and then had 2 security men, because I was told, since there are no people around, always possibilities of having thieves come to break in. So I had 2 security men. And on the 21st of December 2001, as the construction was progressing, I heard that night around 1 o'clock, the security men screaming and crying. When I opened the window on my door, I saw flashlights around the house. Sure enough, there were many people ready to break in. And they started counting. 1, 2, 3, as if they are going to shoot me. And they said in Kiswahili, "Fungo Malango," meaning open the door. I went to the door, the main door of the small house, but I thought, why should I open the door? So I bent down and went back to my room. No electricity, nothing, but I had a cell phone. I called 4 people. There were no neighbors close by, but in the neighboring area, I called 4 people. 3 of them responded 1 o'clock at night. And I said, there are thieves breaking in, come soon. Meanwhile, they broke the window and came in. And I was in my room. And when I opened the door, I didn't open the door, they broke the door and came in. 8 of them came in, probably around 15 or 20 of them were outside. They started beating me up. I said, I surrender. I almost became unconscious. I sat on the floor. They asked for money.
I gave them the bag. There wasn't much money anyway, but I gave them the bag. They asked for the key of the pickup truck, only vehicle I had, and I gave them the key. And they asked for the cell phone. After calling those 4 people, I threw the phone under the bed. And I told them, I cannot bend if the phone is under the bed. They went and got the phone. Meanwhile, the people whom I called, they started coming in, but since there was a fence around and gate was locked, they couldn't drive in. But when they saw the lights of the cars coming in, they all ran away. I had several bruises on my face, on my hands. I could not even open my mouth. I was so disappointed because working day and night, almost 7 months, not going to home for 3 years, no opportunity to call my mother or anybody in my family for 3 years, working hard to build a school for the poor children. My question was, why should I be beaten up without doing anything wrong? I was so depressed. 21st of December 2001 was the most disappointing, sorrowful day in my life as a priest. I could not sleep the rest of that night. After 2-3 years, the people whom I called, they went away. One of the security men was deeply cut with a knife, and one of the neighbors took him to the hospital. And then I celebrated Mass as usual, 6:30 in the morning. The whole house was a mess because when they came in, they threw everything out to find out whether there will be more money. After celebrating Mass, as you know, there were 70 to 80 people coming to work daily. When they started coming in, I said, unless we have enough security, we are not proceeding with the project of building the school. One of the neighbors, Mr. Vincent Wood, who came to rescue me the previous night, challenged me asking, Father Davy, didn't we come to rescue you, risking our own life? As long as we are alive, you will be safe. Father Davy, didn't we come to rescue you, risking our own life? As long as we are alive, you are safe. Though the statement was very comforting, that did not touch my mind, did not change my decision. I said no. I sent all the workers home. I spent the whole day praying. There was nobody else back then in the mission to take over that project, but I was not ready to. I thought about St. Thomas, and I thought, I'm a priest today, I'm a Catholic today, because St. Thomas the Apostle courageously went to India and preached about Christianity. If he was not courageous, I would not have been a Catholic. I would not have been a priest. And I heard Jesus asking me, Davy, are you afraid? And he said, I am with you. Do not be afraid. That 4 to 4:30 p.m. was a turning point in my life. The next day, the construction resumed, and the school was opened on time in January 2002. And then I stayed there for 4 more years. Now that Mount Sinai CMI school that I started is number 1 in that district. Dear friends, that day of 21st of December was the day God has bathed me with that courage. Ever since, I was at gunpoint, but I was ready to face any challenges. I told the people on the inauguration day, if I have faced these people, I'm ready to shed the last drop of my blood for this school. And I was serious. Even now, since then, never afraid. Though I am only 141 pounds, I'm not afraid. Last couple of weekends, after the Supreme Court decision, when Bishop alerted all the parishes to keep watch of people coming in, I had alerted the ushers. If anybody comes with the gun, tell them first, shoot that man
in the sanctuary first. That's me. Then do whatever you want. Dear friends, today as we celebrate the feast of St. Thomas, let it not pass like a regular day. If we are proud of calling ourselves St. Thomas Christians, we should be ready to have that courage, daring step, and faithfulness to carry on that mission that Thomas started. So let there be more Thomas to carry on the mission to go and die with Jesus as Thomas did. Once again, I wish you all very happy Feast of St. Thomas. May God bless us. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കും അവനോട് പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടെ നിന്നെ അനുഗമിച്ച തോമാസ് ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ മാതൃക അനുകരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭാരതത്തിന്റെ സ്ലീഹായും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമായോട് കൂടെ നീതിമാന്മാരുടെ ഉയർപ്പിൽ ഞങ്ങൾക്ക് ഓഹരിയും ഭാഗഭാഗിത്വവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉദാധിഷ്ണമായ മാർ ജേക്കബ് മെത്രാനെയും മാർ ജോയി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, നിന്നിൽ ദൃഢമായി വിശ്വസിച്ച മാർത്തോമായ ഞങ്ങൾക്ക് സ്ലീഹായും പിതാവുമായി നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിൻ്റെ വിശ്വാസ തീക്ഷ്ണതയും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹമുള്ളവരെ, തുടർന്ന് സാഷ്ടാംഗ പ്രണാമ പ്രാർത്ഥനയാണ്. സാധാരണ ദേവാലയത്തിൻ്റെ നടുവിലായിട്ടാണ് വിരിവിരിച്ച് അതിൽ പ്രാർത്ഥിക്കുന്നത്. അവിടെ കാർമ്മികം ചെയ്യുന്നത് റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായിട്ടുള്ള അകന്ന ഒരുക്കമാണ് നടത്തുക. 12 പ്രാവശ്യം കുമ്പിട്ടുകൊണ്ട് ഇവിടെ ഈ ബലിപീഠത്തിലേക്ക് ഒരുക്കിയിരിക്കുന്ന അപ്പത്തിലെയും പീഞ്ഞിലെയും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം കടന്നു വരുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ അത് ഈശോയുടെ ശരീരവും രക്തവുമായി മാറണമേ എന്നും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ആ
അരൂപിയാൽ, ദൈവാത്മാവിൻ്റെ അരൂപിയാൽ നിറയ്ക്കുകയും ആ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നവരെല്ലാം ആ ദൈവികമായിട്ടുള്ള ശക്തിയാൽ നിറയ്ക്കണമേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്ന വളരെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഗാനവും പ്രാർത്ഥനയും ശുശ്രൂഷകളുമാണ്. കാർമ്മികൻ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കുമ്പിടുകയും സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും 12 പ്രാവശ്യം എല്ലാ വശങ്ങളിലൂടെയും ഇവിടെ ആയിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിൻ്റെ മേൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ബലിപീഠത്തിൽ ഒഴുകിയിരിക്കുന്ന അപ്പവും വീഞ്ഞവും ഈശോയുടെ ശരീര രക്തവുമെല്ലാം മാറുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം ഉണ്ടാകുന്നതിനും എല്ലാം വേണ്ടിയുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ നിമിഷമാണ്. നമുക്കതിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈപ്പിനെ തലക്കുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകം കഠിനമായ ഇടപെടൽ അനുഭവിച്ച് വേണ്ടിയെടുത്ത ജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിലംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കയ്യൊപ്പുവഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷകങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളെ കാരുണ്യാദ്രികത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്ക് ഭക്തിപൂർവ്വം ഇരുന്നു കൊണ്ട് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാം. നിന്നുടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധർ മഹിമാവും പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാവന്നു വസിച്ചു മിശിഹാതൻ കൂടാരത്തിൽ ചെന്നെത്തിയിടാം അവനെ വണങ്ങിടാം. പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാവന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൻ തൻ ശോണിതവും നാഥനും അതുപോലാത്മജനും
ദിവ്യറൂഹായ്ക്കും സ്തുതി എന്നെന്നും. പാവനമാംബലിപീഠേ വന്നെത്തി വൈദികൻ, സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ. പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ, റൂഹാ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും. ആദിമുതൽക്കേക്കെന്നേക്കും ആമേനാമേൻ. പാവനമാംബലിപീഠേ വന്നെത്തി വൈദികൻ, സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ. പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ, റൂഹാ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും. ഇന്നും എന്നും കരം നീട്ടണമേ, നിന്ന ജഗണമാനിവരിൽ ആശിസുകൾ ഏകീടാം. നിൻ കാരുണ്യമനന്തം കർത്താവേ, ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിലൊരു നാളും ഏൽപ്പിക്കരുതേ. കരുണാമയനാം കർത്താവേ, ശിഷ്യഗണത്തിനു നൽകിയതാ വാഗ്ദാനം നീ കരുണയുടെ ഞങ്ങൾക്കും നൽകിയിടണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും, നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ, നീ എന്നാളും സ്ലീഹരോടൊത്തു വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും, നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ, നീ എന്നാളും സ്ലീഹരോടൊത്തു വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ.
നിൻ കൃപയെന്നും ചിന്തണമേ. കണ്ടാലും ഞാനെന്നാളും ലോകാന്ത്യം വരെ എന്നെന്നും നിങ്ങളോടൊത്തു വസിച്ചിടും, നിങ്ങളോടൊത്തു വസിച്ചിടും. കർത്താവേ നീ എന്നാളും സ്ലീഹരോടൊത്തു വസിച്ചതുപോൽ ഞങ്ങളോടൊത്തു വസിക്കണമേ. നിൻ കൃപയെന്നും ചിന്തണമേ. നിൻ തിരുനാമം വാഴ്ത്തിടാൻ നന്ദി പറഞ്ഞു നമിച്ചിടാൻ ദുഷ്ടനെ ദൂരെ അകറ്റണമേ. ശാന്തിതമാം ദിനമേകണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കട്ടെ. സകലവിധ വരങ്ങളും കൊണ്ട് അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാതിരേകത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ ഭവിക്കും. ഭാഗ്യമെന്നവനേ, കൃപയാൽ പൂരിതനേ, ഉദ്ധിതനീശോ മിശിഹാതൻ പാശം നിൻവിരൽ സ്പർശിച്ചു. വിശ്വാസത്തിൽ പൂർണ്ണതയിൽ ദൃഢമായി ഏറ്റുപറഞ്ഞല്ലോ, കർത്താവേ നീയാണെൻ ദൈവം. എന്റെ അസ്ഥികളെല്ലാം ഉദ്ഘോഷിക്കും. ഭാഗ്യമെന്നോ നീ മിശിഹാനാഥനോടായി ദൃഢമായിട്ടു പറഞ്ഞല്ലോ, എന്നുടെ കർത്താവൻ ദൈവം. നിന്നോട് ചേർന്നീ സുതരെല്ലാം നിതരാ ഘോഷിച്ചിടുന്നു, കർത്താവേ നീയാണെൻ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നാഥനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി
നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. അവരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിലെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ തൃത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനാമേകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തനാമേക ദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാം സത്യതാതനങ്ങിൽ നിന്നാര്യജാതനാം സൃഷ്ടിയല്ല പുത്രനാമീശോ ദൈവജൻ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ, ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ, മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൻ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ, മന്നിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ, ഒടുവിലെത്തും ഈ മഹിയിൽ അന്നു വിധിയുമായി സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരായി. നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി, ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭ, സൈനിക പ്രഭാവമാർന്നു സാർവജനീനം, പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും, ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. മധ്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും.
സർവശക്തനാകുമേക ദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകരെയും സ്ലീഹന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും ഓർമ്മിക്കുവിൻ. മരിച്ചവരുടെ ഉയർപ്പിൽ അവരെ മുടിചൂടിക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സംപ്രീതിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരുടെ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദീപരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ശിയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. മരണം മൂലം ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ പാത്രിയാർക്കിസ്മാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ, മെത്രാപോലിത്തമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റു ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവും ആകാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതർ തൻ്റെ മാധ്യസം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം യിസ്ഹാക്യാക്കോബെന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാ ദൈവ
ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശങ്ങളെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോരന്മാരുടെ സാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായൊച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ, വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും
മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയും കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുമ്പിൽ ശ്രാപ്പയന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസായെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാനും ഞങ്ങളുടെ രൂപതയുടെ നിയുക്ത മെത്രാൻ ജോയ് ആലപ്പാട്ട് പിതാവിനും പുരോഹിതന്മാർ, ശംശാനാമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവന്ന ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിയായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മകനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളടയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ.
യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കുന്നതും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്ന പോലെ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവായ ദൈവമേ, പാവമായ നിങ്ങൾക്ക് അടിയങ്ങളുടെ സ്നേഹത്തിന്റെ ദീപപരിമളത്താൻ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാ, എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്ത കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയവും വിശുദ്ധവുമായ വിലവിടെ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമയുടെ കാരുണ്യ പ്രത്യാശോരം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ഉന്നത ദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിനെ വിഭജിക്കും. വൈദികരെ വീക്ഷിച്ചിടുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. നമ്മുടെ കർത്താവ് യേശുവ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവം സ്മരിക്കുകയും ഉത്ഥാനത്തെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ദൈഷ്ണികവുമായ ആത്മാവും സ്വീകരിച്ച് മനുഷ്യനായി അവിടുന്ന് തൻ്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്നകറ്റി സത്യത്തിൻ്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിൻ്റെ ആദിഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തൻ്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം.
നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനി നിണവും തിരുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ. സകല വിശുദ്ധരോടും ഇന്ന് ചങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായേ, നിന്റെ ഓർമ്മദിനം മഹനീയമാകുന്നു. നിന്റെ രക്തസാക്ഷിത്വം അതിലുപരി മഹനീയമാകുന്നു. മഹത്വത്തിന്റെ സിംഹാസനം നിനക്കായി ഒരുക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിനക്കായി സ്വർഗത്തിൽ വിജയകിരീടം ഒരുക്കി. നിന്നെ തിരഞ്ഞെടുത്ത് തന്റെ ദാനങ്ങളാൽ സമ്പന്നനാക്കിയ ദൈവത്തിന് ക്രോവേന്മാർ മഹത്വം അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ആധ്യാത്മികനായ വ്യാപാരി, നിന്റെ കർത്താവിൽ നിന്ന് നീ കക്ര സ്വീകരിച്ചു. അവൻ്റെ അഭീഷ്ടത്തിനൊത്ത് വ്യാപാരം ചെയ്തവനെ അവൻ തന്നെ നിന്നെ തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു. നിന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ ഭണ്ഡാകാരത്തിൻ്റെ അധികാരിയാക്കി. തൻ്റെ ദാനം നിന്നെ പരമേൽപ്പിച്ചവനെ ക്രോവേന്മാരുടെ ഗണങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. സഹോദരരെ, വരുവിൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 3 of us will be distributing the Holy Communion. Those who are prepared can receive. I'll be distributing at the back of the church. 2 of us will be in front of the church.
ദാഹിക്കുന്നു എന്നും നിൻ തലോടൽ ഉള്ളം ദാഹിക്കുന്നു എന്നും നിൻ തലോടൽ മഞ്ഞു തുള്ളി പോൽ വെണ്മയായി മാറ്റിടുമോ എന്നെ നീ മാറ്റിടുമോ വാ വാ യേശുവേ എൻ്റെ ഉള്ളിൽ വാ. നിന്റെ നാമം പാടും പൂങ്കുയില പാരിൽ നിന്റെ നാമം പാടും പൂങ്കുയില പൂമരത്തിന്റെ ചില്ല പോലെ ഹൃദയം നിന്നെ കാത്തിരിപ്പൂ വാ വാ യേശുവേ എൻ്റെ ഉള്ളിൽ വാ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പ്രതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായ നിനക്ക് എല്ലാ ദിവസവും സൽഫലങ്ങൾ സമർപ്പിക്കാൻ അവയെ യോഗ്യമാക്കണമേ. വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ അധരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കാൻ അർഹമാക്കണമേ. നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണാൻ ഇടവരട്ടെ. നിന്നെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിന്നും നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളുടെയും യാചനകൾക്ക് നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Kindly be seated. I'm going to make a couple of announcements. Our expectation is that we'll be finishing the Rasa by 8 o'clock. That will be almost 2 hours 30 minutes. But this is really a very good experience, once in a year, or maybe sometimes for some people maybe once in a lifetime. I'm sure that this is one of the best maybe moment in our life to be with God in a prayerful atmosphere. We do have a very, very happy news from the diocese that we have Bishop Joy Alapat as the new bishop of our diocese, appointed
from today, and the installation will be little later. I think it is on October 1st. Why don't we accept the approval from the Pope with a clapping of the hands? It is really a great news for us. ദൈവം പിതാവിനെ അനുഗ്രഹിച്ച് രൂപതയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കുവാനായിട്ട് പിതാവിലൂടെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. I also wish you all prayerful greetings of Dukrana Thirunnal and also of American Independence Day. I'm just rushing through. The whole program of this day was organized and given leadership from our young adults. They had a lot of meetings, planning. This whole Rasa is only one of those events. We do have a barbecue dinner waiting outside and also fireworks. All these things were planned by our own youngsters, young adults. I do thank them. Before I go to them, I would like to announce their name as a privilege for me to recognize them. I do thank Reverend Father Sibi, who really practiced, and we were so fortunate enough to have him with us today to celebrate this solemn Rasa. From the trustees and you people, I came to know that this is the first time in the history of Infant Jesus Church that we do have a Rasa Qurbana in our church. Father Sibi, it was really very, very experiential. Thank you so much. Thank you so much. And we know Father Devi asked us in his homily whether do anyone remember the previous July 3rd homilies. I do remember priest speaking about St. Thomas, in fact. That is the only thing I remember. They all speak about St. Thomas on July 3rd, but we promise in the coming years, not for 1 or 2 years, but for several years, we do remember one of the good qualities of St. Thomas which you lived in your life, that is the courage to give leadership to people in Africa, America, and in several places. Father, it was really, really very inspiring. I was listening to him through my ears almost to tears. Really, it was so inspiring. Thank you so much, dear Father. A big salute for your wonderful service. And this Rasa was made possible because I had to get an yes from our choir members, because lot of songs were new to all of us. And Jesse, the choir member leader, was not here. I asked Jinsi whether are you able to learn it. Without a second thought, she told me, yes, Father, we can. It is a little bit difficult, but still we will manage. So Jinsi organized the whole choir team, and all of them, Jinsi, Ansi, Biji, Sheena, Minnie, Rose, anybody else? They all came, and finally Jessie also joined, and she was playing the keyboard, in the sense, the you know what keyboard I mean to say. So dear choir members, it was really a very, very good experience in our life. Thank you for taking all the pain or this strain. Thank you. God bless you for that. Thank you very much. And again, I cannot but see, always remember with gratitude our altar servers, Mr. Tom, Mr. Prince, and also we were so fortunate to have Brother Derek and Winslet, Juan, and everyone with us. They also had to practice a lot. You must have seen one of the very, very important moment, those altar servers going up, coming back, and joining the priest to kiss the cross. All those things there, it required a lot of training. Thank you, each one of you, for your wonderful, very, very substantial participation. God bless you. God bless you, Prince. And we all know, people may say, oh, it's a formality, but it is not formality. It is very important that our trustees, they have been so dedicated a team. Sijil, Saji, Ummachan, and Ajan, two of them are maybe in holidays, but Sijil and Saji, I think Saji is the first person who asked me, Achan, he's not listening to me right now, I know he's outside, whether is it possible to have a Rasa for us?
And he inspired me, honestly. Then he also was in holiday and travel. And Sijil, I told Sijil, we need your support. He is supposed to be there in Houston now, but he said he will come. He flew all the way early morning and reached, and lot of arrangements. I'm not going to state his name or any of their names in the coming list, but I thank both of them, and also those who are not here, with all their moral support, helped us in every sense. Thank you, Sijil, Saji, and Umachan and Rajan, for your support. Now, the beautiful decoration in the church, as we all know, Letty, Salome, and Jolie, and so many other people helped. It is really very beautiful, Letty, the flower arrangements and everything. Thank you so much for making this occasion such a momentous, very good. The pews, everything is arranged. Thank you very much. Now, the most important people which we have to encourage, mention in not only in the church, outside. Things are waiting with a lot of suspense, a lot of good arrangements. It is because of our young adults. The leadership is from Alicia, Jonah, then of course helping them Aju, Alvin, Jos, Jason, Jemin, Johnny. They were gathering together several times in Zoom meeting and otherwise, and planned a lot of good things. And I take this opportunity to thank especially Alicia and Jonah for arranging everything in a fantastic way. It was really very, very time consuming and lot of meticulous planning. Thank you, dear young adults. And I think it's a good thing to clap and give them. And if you don't mind, give me 1 or 2 more minutes to just list out some of the names of the people who really contributed. I think it is an honor for them. The decoration part was taken up by Alicia, Hannah, Kevin George and Joel George, Shelby and Salome. Then the food part, lot of works, purchase and processing. Alvin, Joanatha Kekara, John Churugara, Jason John, Georgie Varghese, Chris, Aju, Binoj, and also from the young adults, the grown-ups, Mr. Rajesh, Freddie, Wilson, Philippachan, Jacob Chetan, Jepson, and one courageous lady, Shiny. They all helped a lot. Then, of course, there are the dessert and other items. Bindu, Sebastian, Sonia, Jolie, Rena Paulson, and all other ladies from members, especially Mary Chechi. I thank you all for your great work. And finally, there is a firework, maybe when it is getting a little darker, or Binoj and Joseph, they are the committed people to do this. I thank them for taking care of that. These are the members. A big salute to all these big team members for working together. And I'm winding up with the 2 small announcements. There is ward prayer. St. John Paul II ward on July 9th, Saturday at 7 p.m. at the residence of Robin Chetan and Darli Chechi. And coming Saturday, the Holy Mass is scheduled. That is only for coming Saturday at 10 a.m. I'll be sending you a WhatsApp message. And tomorrow being a holiday and our Independence Day, there is Holy Mass. No vacation for Achan. Those who are free, please do come. We will have Holy Mass at a regular time at 6:30. Once again, thank you so much. Let us stand up for the concluding prayers of our Rasa. കർത്താവായ ദൈവമേ, മാർത്തോമാസ്ലിഹായുടെ ദുഃഖാന തിരുനാളിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. അവർണ്ണനീയമായ ഈ ദാനത്തെ പ്രതി അങ്ങയുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ വിശുദ്ധ കുർബാന വഴി
അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന്റെ അച്ചാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാർത്തോമാ ശ്ലീഹായെ പോലെ ഞങ്ങളും അങ്ങേ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച് നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. ലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ് അവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന നിരന്തര പരിപാലനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. നല്ലയിടയനായ ഈശോയെ, നിത്യപുരോഹിതനായ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അമേരിക്കയിലെ സെന്റ് തോമസ് സിറോ-മലബാർ രൂപതയെയും രൂപതാധ്യക്ഷനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ അഭിവന്യ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും അങ്ങയുടെ വരദാനങ്ങളാൽ നിറച്ച് അവരുടെ വിവിധ പ്രവർത്തനങ്ങളെ അങ്ങേക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ നടത്തണമേ. ഈ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഉപകാരികളെയും
ഉറച്ച വിശ്വാസത്തിലും ദൃഢമായ പ്രത്യാശയിലും തീവ്രമായ സ്നേഹത്തിലും ക്രിസ്തീയ കൂട്ടായ്മയിലും നിലനിർത്തുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ സഭയിലെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ യുവതി യുവാക്കളെ വിളിക്കണമേ. നല്ലവനായ ദൈവമേ, അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ പരിശുദ്ധ അമ്മയുടെയും മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധരായ ചാവറ കുര്യാക്കോസ് അച്ചന്റെയും അൽഫോൻസാമ്മയുടെയും എവുപ്രാസ്യാമ്മയുടെയും മറിയം ത്രേസ്യയുടെയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെയും മാതൃകയും മധ്യസ്ഥതയും സഹായകമാകട്ടെ. അവസാനം അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ, എന്നേക്കും ആമേൻ. ഭാരതനാടിൻ പ്രേക്ഷിത താത വിശുദ്ധ തോമാശ്ലീഹാ, തിരുസവിധത്തിൽ അണയും സുതരിൽ വിശ്വാസദീപം തെളിക്കൂ. ഭാരതനാടിൻ പ്രേക്ഷിത താത വിശുദ്ധ തോമാശ്ലീഹാ, തിരുസവിധത്തിൽ അണയും സുതരിൽ വിശ്വാസദീപം തെളിക്കൂ. മാമല കയറുമ്പോൾ ജീവിത ഭാരമുയർത്തുമ്പോൾ, മാമല കയറുമ്പോൾ ജീവിത ഭാരമുയർത്തുമ്പോൾ, ഞങ്ങൾ തന്നതരങ്ങളിലെന്നും നിന്നാമമന്ത്രങ്ങൾ ഉയരുന്നു. വിശുദ്ധ തോമാശ്ലീഹാ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തു ശിഷ്യരായി രക്തസാക്ഷിയായി സത്യവിശ്വാസികളാകാൻ. വിശുദ്ധ തോമാശ്ലീഹാ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തു ശിഷ്യരായി രക്തസാക്ഷിയായി സത്യവിശ്വാസികളാകാൻ. റാസയുടെ ഭാഗം തന്നെയാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ റാസ പ്രയർ, അവർ ബാർബിക്യൂ ഡിന്നർ. യു ആർ ഓൾ ഇൻവൈറ്റഡ്. ഡു ടേക്ക് പാർട്ട് ഇൻ ദ ഡിന്നർ ആൻഡ് ഓൾസോ ഫോർ ദി ഫയർ വർക്ക്സ്. Forget not, then only the Rasa will be complete. May God bless you. Thank you.